നമുക്ക് ഇടത് സൈഡിൽ തന്നെ റെയിൽവേ ട്രാക്കും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഷട്ടറിന് താഴെ റെയിൽവേ ട്രാക്ക്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ റോഡ് വരുന്നത്. ചെറിയ റോഡാണ്, രണ്ട് വശത്തേക്കും കൂടെ ഓരോ സമയം ഓരോ വണ്ടികൾക്ക് അല്ലേ കഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ക്യൂ നിന്ന് മാത്രമേ ഈ റോഡ് വഴി പോകാൻ പറ്റത്തുള്ളൂ. 10 വർഷം കൊണ്ട് ഈ പാലം പണിത് ഏതാണ്ട് 21 ലക്ഷം ആളുകൾ ചേർന്നിട്ടാണ്. ആളുകളല്ല, തച്ച് പണിക്കാര്. ഓക്കെ. അത്രയും പേരുടെ കഠിനാധ്വാനമാണ് ആ ഒരു ഡാം, ഈ ഡാമും ഈ ഒരു പാലവും. ഗുഡ്സ് ട്രെയിൻ എന്തായാലും നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ ഷട്ടറിന്റെയും റോഡിന്റെയും നടുക്കുള്ള ഡാമിന്റെ മുകളിലുള്ള റെയിൽവേ ട്രാക്കിലൂടെയാണ് ഇപ്പൊ ആ ഗുഡ്സ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ട്രാക്കും കൂടി ഉണ്ട്. അതെ, അവിടെ നിന്നോട്ട് വരാനായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ എൻഡ് പോയിന്റിലോട്ട് എത്തുകയാണ് അല്ലേ? നമ്മുടെ ഡാമിന്റെ അവസാന ഭാഗത്തോട്ട് എത്തുകയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ വെച്ച് എണ്ണി നോക്കിയതിൽ, അതായത് നമ്മളെ ഈ ഷട്ടറിന്റെ മുകളിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 108, 9, 110 ഷട്ടറുകളാണ് ഇതിൽ കാണാൻ കഴിയുന്നത് തന്നെ. പിന്നെ ഇതിന്റെ ഈ 110 ഷട്ടറുകളാണോ അതോ ആർച്ചാണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ആർച്ചാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഷട്ടറുകൾ ഇനി എത്ര ഉണ്ടെന്ന് കറക്റ്റ് അറിയാൻ വയ്യ. എന്തായാലും നമ്മൾ ഈ പാലം കഴിഞ്ഞു. പാലം ക്രോസ് ചെയ്യാനായിട്ട് എടുത്ത സമയം 1.5 മണിക്കൂർ ക്യൂവിൽ നിൽക്കാൻ വേണ്ടി മാത്രം. അതായത് ഈ ഒരു പാലത്തിൽ കയറാനായിട്ട് 1.5 മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്നു. അതിനുശേഷം 2.5 കിലോമീറ്റർ, ഏകദേശം 200-300 കിലോമീറ്ററോളം പാസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വന്നത് 1/2 മണിക്കൂറാണ്. ഇപ്പൊ നമ്മൾ 10 മണിക്ക് ഇവിടെ എത്തിയിട്ട് 12 മണിക്കാണ് നമ്മൾ ഡാമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. നേരെ ഇനി ആസാം റോഡ് പിടിച്ച് അല്ലേ, മാൾഡ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ് കലാപങ്ങൾ ഉണ്ടാവുന്ന സ്ഥലമാണ് മാൾഡ അല്ലേ? അപ്പൊ നമ്മൾ അതുവഴി നേരെ ആസാമിലോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.